ജമന്തിയെ ആ ആ ടാങ്കിൽ വെള്ളം തരുന്നു. ആ പൈപ്പ് ഒന്ന് ഓൺ ചെയ്തിട്ട്. ആ ഇതെന്താ ആ പറ്റുന്നു. അകത്തിരുന്നാണോ നഖം പറ്റുന്നത്? അകത്തിരുന്ന് റബ്ബർ ഒട്ടാൻ പറ്റും. ഞാനൊരൊറ്റ വൃത്തികെട്ട ശീലങ്ങൾ കണ്ടുപിടിച്ചേക്ക. എന്തുമായിട്ടാ ഇത്? ഈ കഴുകാനുള്ള തുണിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്. ഈ കഥകിന്റെ പുറകിലൊക്കെ ഇട്ട് ആര് കാണാനാ? എന്താ പുതിയ ശീലമൊക്കെ? ലോട്ടറി ഒക്കെ എടുത്തേക്കുന്നു. പോക്കറ്റിൽ കിടന്നതാ. ആ ഇതിനകത്തിരുന്നത് നനയാത്ത ഭാഗ്യമായി. ഇത് ഇന്നലെ ഒരു വയസ്സായ അമ്മ നമ്മുടെ ഓഫീസിൽ വന്നായിരുന്നു ഇത് വിൽക്കാനായിട്ട്. ഞാനങ്ങനെ സാധനം എടുക്കുന്നില്ലല്ലോ, പക്ഷെ അവർ ആ പാവം ആ അവസ്ഥയിൽ ഈ പ്രായത്തിലും ജോലി ജീവിക്കുന്നുണ്ടല്ലോ, അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തന്നെ മേടിച്ചു. അല്ല, അങ്ങനെയുള്ളവരെ എടുക്കണം. അതെ, നന്നായി. പിന്നെ ഈ കിട്ടണ കാശിനെ മുഴുവനും ലോട്ടറി എടുത്തിട്ട് കുടുംബം നോക്കാതെ നടക്കുന്നുണ്ട് ചിലർ. അതുപോലെ ആവാനാ മതി. നമ്മളങ്ങനെ എടുക്കാറില്ല. തന്നെ എടുക്കണത് ഇന്നലെ ആയിരുന്നു. അപ്പൊ ഇന്നിപ്പോ റിസൾട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പത്രം എടുത്തുണ്ടോ? ഇത്തിരി അങ്ങോട്ട് നീങ്ങ്, പോവാൻ പറ്റുന്നില്ല. 65 ലക്ഷം അടിക്കണമെന്നില്ലാന്നാ പറഞ്ഞു. പലർക്കും കിട്ടുന്നില്ല. അടിച്ചാലേ കാർ എടുത്താലോ നമുക്ക്? ഓടാറുന്നു. ആദ്യം ഒരു സ്കൂട്ടർ എടുക്കാൻ നോക്കാം. അത് പഠിക്കാൻ നോക്കാതെ എന്നിട്ടല്ലേ കാറ്. നമ്മളിപ്പോ സ്കൂട്ടറിൽ പോകുന്നുണ്ടല്ലോ, പിന്നെ വേറെ പിന്നില്ലല്ലേ? എന്നോട് എന്റെ വണ്ടിയുടെ കാലത്ത് പറഞ്ഞതാ പഠിക്കാൻ. അപ്പൊ വയ്യ. പിന്നെ നമ്മള് പോകുമ്പോ ഒരു ഡ്രൈവർ വെച്ച് പഠിച്ചു പോണം. ഇതാ മാമ ഓടിച്ചോളല്ലോ. കെട്ടിക്കഴിഞ്ഞ ഒരു സ്കൂട്ടർ വാങ്ങിത്താ അമ്മാവന്. പത്രം കാണുന്നില്ല. അവിടെ പത്രം കാണുന്നില്ലെന്ന്. എന്താ കാണാത്ത? ആ, എനിക്കെങ്ങനെ അറിയാം? നീ എവിടെ നോക്കിയത്? ഞാൻ അവിടെ ഫുള്ള് നോക്കി. മുറ്റത്ത് നോക്കി, ഇറയത്ത് നോക്കി. ഏട്ടൻ എന്തെങ്കിലും സംശയം? ഞാൻ എല്ലാ സ്ഥലത്തും നോക്കിയിട്ടാ വരുന്നത്. അതെങ്ങനെയത്? ആ പത്രക്കാരൻ ഓൺ അടിച്ചു പോണത് ഞാൻ കേട്ടതല്ലേ രാവിലെ. അവള് അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു പത്രം ഇല്ല, തീർന്ന എടി ഒരു കാര്യം ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ആദ്യം അന്വേഷിക്കണം. അന്വേഷിച്ചത് കണ്ടില്ലെങ്കിൽ മാത്രം ഇല്ലെന്ന് പറയാവൂ. ഏട്ടാ, ഞാൻ എല്ലാ സ്ഥലത്തും നോക്കിയിട്ടാ വരുന്നത്. അവിടെ പത്രം ഇല്ല. ആ അവൻ അടുത്താണ്. ഹലോ, നമസ്കാരം. PWD ഓഫീസാണോ? ഞാനൊരു ചെറുകിട കർഷകനാണേ. ഇല്ല, കൃഷി ഓഫീസല്ല, ഞാൻ PWD അല്ലേ, അവിടേക്ക് വിളിച്ച തന്നെയാണ്. അതെ, എൻ്റെ ഉള്ള കൃഷിഭൂമിയിലൊക്കെ ഞാനിപ്പോൾ കൃഷി ചെയ്തേക്കുക. അപ്പോൾ എനിക്ക് ഇനി കൃഷി ചെയ്യാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. നമ്മുടെ ശാസ്തമംഗലത്തുനിന്ന് പേരൂർക്കട പോണ റോഡിലെ പൈപ്പ് മൂട് വഴിയുള്ള ആ റോഡ് എനിക്കൊന്ന് ചേന കൃഷിക്ക് തന്നാൽ വളരെ ഉപകാരമാകും. അല്ല, അവിടെ കുഴികൾ കിടപ്പുണ്ടല്ലോ, അപ്പോൾ കുഴി എടുക്കേണ്ട ആ പൈസ എനിക്ക് ലാഭിക്കാം. പറ്റുമോ? ഓ, വലിയ സൂക്കേടാണല്ലേ രാവിലെ എഴുന്നേറ്റ് ആരെങ്കിലും ചൊറിഞ്ഞില്ലെങ്കിൽ? സൂക്കേടൊന്നുമല്ല, ഇത് ഞങ്ങൾ എതിർ പാർട്ടിക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു, അത്രേ ഉള്ളൂ. അതെ, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഓരോന്ന് തോന്നുന്നത്. വാ. എന്ത്? വാ. എന്തിന്? സമൂഹത്തിലെ അഴുക്ക് നമുക്ക് പിന്നെ കളയാം. നമുക്ക് അടുക്കളയിൽ കുറച്ച് അഴുക്ക് അത് വേണ്ട. അടുക്കളയിലെ അഴുക്കൊക്കെ എൻ്റെ പ്രിയ പത്നി അടുക്കളക്കാരി എന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ സമൂഹത്തിൽ വൃത്തിയാക്കേണ്ട ഒരു പ്രമുഖൻ കേട്ടോ. പാത്രം കഴുകാൻ വേണ്ടിട്ട് ഒറ്റയ്ക്ക് നിന്ന് എനിക്ക് ബോറടിക്കുന്ന അടുക്കളയിൽ. എന്നെപ്പോലൊരു പ്രമുഖന്റെ അടുത്ത് ഇവിടെ പറയുന്നത് വെളിയിലാരും കേൾക്കണ്ട കേട്ടോ. നിങ്ങളെ പ്രസവിച്ചിട്ടപ്പോഴേ നിങ്ങൾ പ്രമുഖനായിട്ടാണ്. ആ ബാക്കി കിട്ടാം, മേടിച്ചോ. PWD ഒന്നായിരിക്കും. പറളിയാ, വീട്ടിലുണ്ട്. എവിടെ? തിരുമല. തൃക്കണ്ണാപുരം. സ്ക്വയർ പ്ലോട്ടോ? 5 സെന്റ് അല്ലേ? അത് കൊള്ളാലടേ, നോക്കാം. ഇന്നത്തെ പത്രത്തിലുണ്ട്. ഞാൻ നോക്കാം. നീ വിളിച്ചോ? എന്താ പറഞ്ഞു? സെന്റിന് 4? പിന്നെ ഒന്നും കൊടുക്കണ്ട. വെള്ളം കയറാത്ത പ്ലോട്ട് തന്നെ.
അത് ഞാൻ വിളിക്കാം. ഞാൻ വിളിച്ചിട്ട് ഞാൻ ഇടിച്ചിട്ടാക്കാം. ഞാൻ ഒരു 2 ലക്ഷം രൂപ പറഞ്ഞു വയ്ക്കാം. നീ നോക്കിക്കോ. നമുക്കിത് പാർട്ടി ഉണ്ടോടാ, പാർട്ടി ഉണ്ട്. ഉണ്ട്. ഞാൻ പത്രം നോക്കട്ടെ, ഞാൻ വിളിക്കാം തന്നെ. നോക്കിയിട്ട് വിളിക്കാം. തങ്കം, ഏയ് എന്താ ഇങ്ങോട്ട് വന്നേ. ഇല്ല, നിന്നോടാ പറഞ്ഞ ഇങ്ങോട്ട് വരാൻ. ഞാനാ പറഞ്ഞേ വരൂല. ഞാൻ അങ്ങോട്ട് വരും. നിങ്ങളോട് മലയാളത്തിൽ ഞാൻ അതല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. എടാ, ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥനാണ്. ഞാൻ വിളിച്ചാൽ നിനക്ക് ഇതിലൊന്ന് വന്നിട്ട് പോവാ. എന്താ കുഴപ്പം? എന്താ കാര്യം പറയും. എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. ഒന്നോട്ട് ചെയ്തും തരില്ല. കാര്യമുണ്ട്. മുഖം ഒന്ന് നന്നായിട്ട് വെക്ക്, എന്നിട്ട് കേക്ക്. ഒരു ഗുണമുള്ള കാര്യം പറയാൻ പോവാ. ആ പറ. നമ്മുടെ തിരുമലയിൽ നിന്ന് തെക്കണാപുരം പോണ വഴിക്ക് ലോറി കയറുന്ന ഒരു 5 സെന്റ് സ്ക്വയർ പ്ലോട്ട്, വെള്ളമൊക്കെ കയറാത്ത നല്ല പ്ലോട്ട് വിൽപ്പനയ്ക്ക് ഇട്ടിട്ടുണ്ട്. അതിനിപ്പോ എനിക്കെന്ത് വേണം? നിനക്ക് എന്ത് വേണമെന്നില്ല, നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുക. ആ സ്ഥലം ഞാൻ കച്ചവടം ചെയ്യാൻ വേണ്ടി പോവാണ്. നെയ്യാറ്റിൻകരത്തെ കൊച്ചപ്പച്ചൻ്റെ മോണ്ടല്ലോ ഡി, അവന് ഇവിടെ എവിടെയെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞു. മെല്ലെ അവനെ ഇതിലേക്ക് അങ്ങ് തള്ളിയിട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ബിരിയാണി കഴിക്കാൻ വല്ലതും മേടിക്കാം. ഓ, എന്താ അവൾക്ക് വിഷമം. ഇതിനു മുമ്പ് ഞാൻ കച്ചവടം ചെയ്ത് കൊണ്ടുവന്നതൊന്നും ലാഭമൊന്നും എടുത്തിട്ടില്ല, അവളൊന്നും കഴിച്ചിട്ടുമില്ല. ഡേറ്റ് ഓർമ്മയില്ല, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലാന്ന്. നിനക്കൊന്നും ഓർമ്മ വരില്ലേടി, ഞാനതെല്ലാം കുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ പത്രത്തിലുണ്ട്. എൻ്റെ പൊന്നുമോള് പോയി ആ പത്രം എടുത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് പോയി ആ പത്രം ഒന്ന് എടുത്തുകൊണ്ടുവന്നേ. എങ്ങനെ? എടി, ആ പത്രം എടുത്തുണ്ടാവും. അതൊന്ന് ക്ലിയർ ചെയ്യാം. എന്നെ പോലെ പ്രമുഖന്റെ ഭാര്യ പുറത്തു പോയിട്ട് പത്രം കൊടുക്കുക എങ്ങനെ പറയാൻ തോന്നുന്നു ക്ലീറ്റോ? ആരെങ്കിലും കണ്ടാലോ? ഞാനേ അവിടുന്ന് പിന്നെ സ്വർണവും പണവും ഒന്നുമല്ല എടുത്തോണ്ടിരാൻ പറഞ്ഞ, ന്യൂസ് പേപ്പറാണ് എടുത്തോണ്ടിരാൻ പറഞ്ഞ. 2 കാലം അവിടെ തന്നെ ഉണ്ടല്ലോ, നടന്നു പോയങ്ങ് എടുക്ക്. അതെ, അവൻ വായിച്ചോണ്ടിരിക്കണെങ്കിൽ ശരിയാവൂല. നീ പോയിട്ട് വാ. എടി, ഇത് നടക്കട്ടെടി, ഗുണമുള്ള കാര്യമല്ലേ. പാത്രം കഴുകി തരുമോ? പാത്രമല്ല, ഞാൻ അടുക്കള വേണേലും കഴുകി തരാം. എൻ്റെ അടുത്താ കളി. എന്റെ പട്ടി കഴുകി. ആ, പത്രം എടുക്കാൻ വന്നതാ നാത്തൂനെ. എങ്ങനെ മനസ്സിലായി? അല്ല, ഞാൻ പത്രം എടുക്കാൻ വന്നതായിരുന്നു. അതല്ല, ഞാൻ അവിടുന്ന് പത്രം എടുക്കാൻ വന്നതാ. ഇവിടെ പത്രം ഇല്ലല്ലോ. പത്രം ഇവിടെ അല്ലേ? പത്രം ഇവിടെ ഇല്ല. ഇല്ല, അവിടെ ഉണ്ട്. ഇവിടെ ഇല്ല പത്രം. പിന്നെ പത്രം ഇവിടെ പോയി. ആ, അവിടെ ഉണ്ടാവും. ക്ലീറ്റോ ചേട്ടൻ. ക്ലീറ്റോ എന്നോട് പത്രം എടുക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചു നോക്കിയാ ഇവിടെ ഇല്ല പത്രം. ഏട്ടൻ ഇപ്പൊ എന്തോ ലോട്ടറി എന്തോ നോക്കാനായിട്ട് എടുത്തിട്ട് പത്രം ഇല്ല. അത് കൊള്ളാലോ. ഇവിടെ വിളിച്ച മനുഷ്യനോട് പോയി. ക്ലീറ്റാ, ക്ലീറ്റാ, ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടായി. ക്ലീറ്റാ, ഇവിടെ പത്രം ഇല്ലാന്ന്. ആ, ഇവിടെ കാണുന്നില്ല. പത്രം ഇവിടെ ഇല്ലടാ. പത്രം എടുത്തില്ല. ആ, ഞാൻ പത്രം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരുമായിരുന്നു. അവനെ വിളിച്ചു വരും, അവൻ എടുത്ത് വായിച്ചോണ്ടിരിക്കും. ഇല്ലെന്ന് പറഞ്ഞില്ലേ ക്ലീറ്റാ? ഞാൻ സംസാരിക്കട്ടെ. അതിന്റെ ഇടയ്ക്ക് ഞാൻ വിളിക്കാതെ വിളിക്കാം. എന്താ എടാ ഇവിടെ പറഞ്ഞത് വെച്ചാൽ നീ വെച്ചാലേ. പത്രം എടുത്തോ? ക്ലീറ്റ പത്രം എടുത്തിട്ടാണോ പിന്നെ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്? പത്രം കണ്ടല്ലേ? ഞാൻ ഇപ്പൊ വിഴുങ്ങി ഒരു ചായയും കുടിച്ചു. നിനക്ക് തലയ്ക്കുള്ള കുഴപ്പമുണ്ടോ? പത്രം എടുക്കാല്ലേ നിന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ. പത്രം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ പിന്നെ നീ എന്റെ അടുത്ത് ചോദിച്ചാ. പൊട്ടം കളിക്കാതെ പത്രം എടുത്തോളാം. ചുമ്മാ എന്ത് നിനക്ക് എന്തിന്റെ സൂക്കേടാ? പത്രം ഇവിടെ ഇല്ല ക്ലീറ്റോ ചേട്ടാ. അയ്യോ, അത് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത നോക്കാനാണ് ഞാൻ എവിടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ പത്രം എടുക്കാൻ. ഇന്നത്തെ പത്രത്തിൽ ഒരു കാര്യം നോക്കാനാണ് ഞാൻ എടുത്ത് ചോദിക്കപ്പെടുന്നത്. അമ്മാവൻ എടുത്തിട്ടുണ്ടോ? അമ്മാവൻ എടുത്തോ പത്രം? എടുത്തോ? ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴല്ലേ ഇവിടെ പത്രത്തിന് വിട്ടത്. പത്രം ഇവിടെ എവിടെ ഇട്ടിട്ടില്ലെന്ന്? പത്രം അവിടെ ഇട്ടിട്ടുണ്ടാവൂല. നോക്ക്. അങ്ങനെ പത്രം ഇടാണ്ടിരിക്കാ. ആ ചക്കൻ ഓൺ അടിച്ചിട്ട് പോണത് ശബ്ദം ഞാൻ കേട്ടതല്ലേ. നോക്കിയതായിട്ടാ. മീന് വണ്ടി ആയിരിക്കും ഓൺ അടിച്ചു പോയത്. നിങ്ങൾ ഇതിനകത്ത് നോക്കി നടന്നു കയറി വരുമോ? ഇല്ലല്ലോ. ഈ പല ദിവസം ഇവിടുന്ന് പത്രം എടുത്തുകൊണ്ട് വായിക്കാറില്ലല്ലോ. പത്രക്കാരനൊന്ന് വിളിച്ചു നോക്കി. പത്രക്കാരനെ വിളിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ നോക്കിങ്ങോട്ട് നോക്കുന്ന ഇതിനകത്ത് ഇല്ലാത്ത സാധനം പിന്നെ നോക്കിയാൽ വരുമോ? ഒന്ന് വിളിച്ചോക്ക്. വിളിക്ക്. അല്ലാതെ പത്രം എന്താ മായായിട്ട് മാഞ്ഞു പോയോ? അതാണ് ചോദിക്കുന്നത് ഇപ്പൊ. അല്ലെങ്കിൽ സാധനമാണ് എന്റെ ദൈവം, ഞാൻ സംസാരിച്ചോട്ടെ. ഹലോ. കറങ്ങന ഞാന് വീട്ടിലെ പത്രം ആണോ? ഓ ഓ ആ ചോദിച്ചേ. ആ ശരി 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 ആ ശരി. അതാണ് ഇന്നലെ വൈകുന്നേരം പത്രം വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ കാരണം അതായിരുന്നു. ഞാൻ വിചാരിച്ച ക്ലീറ്റോ ചേട്ടൻ കൊണ്ടുപോയിക്കാണോന്ന്. ഓ, എന്തെങ്കിലും അങ്ങ് പോയാ കീക്കാച്ചാട്ടായി. അല്ല, അയാള് കാലടി കിടക്കുന്നു. എന്താ കാലടി കിടക്കുന്ന അയാള്. ഇപ്പൊ എങ്ങനെയുണ്ട്?
എന്തേലും ഒരു സാധനം അങ്ങോട്ട് കാണാതെ പോയ ഒരുത്തനെ അങ്ങ് കുറ്റപ്പെടുത്തിക്കൊള്ളണം. എടാ നിനക്ക് ഇപ്പൊ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അയാളെ ഒന്ന് വിളിച്ച് ചോദിച്ചു. വെറുതെ അവനെ സംശയിച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടാകും. അല്ല ഞാനിവിടെ ആസ്ഥാന കള്ളനല്ലേ അങ്ങ് പറയാനായിട്ട്. അല്ല നീ അല്ല പത്രം എടുത്ത് ഞാൻ പറഞ്ഞ നീ അല്ല പത്രം എടുത്തെന്ന് ഞാൻ പറഞ്ഞ പത്രം ഇടാതെ പിന്നെ അങ്ങനെ പത്രം കിട്ടും? പത്രം ഇട്ടിട്ടുണ്ട്. അയാളുടെ മോൻ വരുന്നു 2 ദിവസമായിരുന്നു. കൃത്യസമയത്തോണ്ട് എടുത്തുണ്ട്. നിനക്ക് അപ്പൊ ഇപ്പോഴും എന്നെ സംശയം ആണ് അല്ലേ? എന്നെ സംശയിക്കാം. നീ ആസ്ഥാന കള്ളനായോണ്ട് ഞാൻ തന്നെ സംശയം. കാരണം എല്ലാവരും കൂട്ടി വെച്ചിട്ട് കൊണ്ട് ആഗ്രഹിക്ക് കൊടുക്കും. ആകെ ഞാൻ എടുത്തടാ, ഞാൻ എടുത്തങ്ങ് വിഴുകിയടാ. നീ വീണ്ടും വിഴിയ വീണ്ടും വിഴുകി. ഓരോ കട്ടമാണ് ഈ വീട്ടിൽ ജീവിക്കണത്. അതെ, അത് ചിലപ്പോ നമ്മുടെ രാജു ഡോക്ടർ ഇല്ലേ, അവരുടെ വീട്ടിലൊരു പട്ടിയിട്ട് ആ പട്ടി വന്ന് ചിലപ്പോൾ എടുത്തോണ്ടായിരുന്നു. പിന്നെ പട്ടി ഇപ്പൊ പത്രം വായിച്ചോണ്ടിരിക്കുകയല്ലേ. അതല്ലടെ 2-3 ദിവസമായിട്ട് അടുത്തുള്ളവരൊക്കെ കംപ്ലൈന്റ് പറയുന്നുണ്ട്. ഇത് നേരെ വിളിച്ചാകുമ്പോ വന്ന മുറ്റത്തിരിക്കുന്ന ചെരുപ്പും ഗ്ലാസും ഒക്കെ കടിച്ചോണ്ട് പോത്രേ. ഉണ്ട്. പണ്ട് ഞാൻ ഒരു സമ്മേളനത്തിന് ഒരു പുതിയ ചെരുപ്പ് അടിച്ചത് ആ പന്നി അല്ല പട്ടിയെ എടുത്തോണ്ട് പോയത്. അതായിരിക്കും, വെറുതെ സംശയിക്കരുത്. അതൊന്ന് അന്വേഷിച്ച് നോക്കാം. ഏത് പട്ടിയാലും കൊള്ളാം. ഞാൻ വെച്ചിട്ടുണ്ടോ? എന്റെ ആ സംസാരം അത്ര ക്ലിയർ അല്ലല്ലേ? നീ ആ പറഞ്ഞല്ലേ അർത്ഥം വെച്ചുള്ള ഒരു പറച്ചിലാണ് വേണ്ടത്. രാജസാറിന്റെ വീട്ടിലെ പട്ടി അല്ലെങ്കിൽ ബാബുസാറിന്റെ വീട്ടിലെ പട്ടി ഏതെങ്കിലും പട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ വഴിയെ പോണെ പിടിച്ചു വലിക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ അറിയാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള മൂള എനിക്കുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ മുതൽ എന്റെ വീട്ടിൽ വരുന്ന പത്രം നീ എടുക്കരുത്. നിനക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ നീ കാശ് കൊടുത്ത് പത്രം വരുത്തണം. ഞാൻ വായന നിർത്തി, ഇന്നേ നിർത്തി. പ്രശ്നം തീർന്നല്ലോ. നേരത്തെ വായിക്കാൻ പത്രം വേണ്ടേ? ഞാൻ വായിക്കൂടാ. നിങ്ങൾ വായിക്കട്ടെ. വെറുതെ സംശയിക്കല്ലേ, ഒരു തീരുമാനം ഇല്ലാണ്ട് സംശയിക്കാം. ഇങ്ങനെയും പോവാൻ വയ്യ, ഇങ്ങനെയും പോവാൻ വയ്യ. എങ്ങനെ പോയാലും എന്റെ തലയ്ക്ക് പിന്നെ അത് എവിടെ ഒരുത്ത ഇവിടെ കിടപ്പുണ്ടല്ലോ, എല്ലാവർക്കും വന്ന് അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കണ കൊമ്പല്ലേ. ലീറ്റസേ, ഞാൻ പത്രം കണ്ട് എടുത്താ ഞാനോട് കൊടുക്കാം. വേണ്ട, നിങ്ങൾക്ക് എന്നെക്കാളും പ്രായം കൂടുതലുള്ളത് കൊണ്ടും ഒരു സ്ത്രീ ഇവിടെ നിൽക്കണോണ്ടും ഈ 2 കാര്യങ്ങൾ പരിഗണിച്ച് ഞാനിപ്പോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അമ്മാവനാണ് പോലും അമ്മാവൻ. ഓരോ ദിവസവും ഓരോ കാരണം ഉണ്ടാവും. ഇനിയിപ്പോ അതിപ്പോ എവിടെ പോയി? എന്റെ മകളെങ്ങാനും അത് ബാഗിൽ വെച്ച് കൊണ്ടുപോയി സ്കൂളിലേക്ക് എന്ന് ചോദിച്ചാ ഓ ഇതിലും വെള്ളമില്ലേ? ഓ ഇതെന്റെ നട്ടുപൊട്ടി. അപ്പൊ എന്താടി പൈപ്പിലെ വെള്ളമില്ലേ? അപ്പൊ പൈപ്പിലെ വെള്ളമുള്ള സമയത്ത് ആ ടാങ്കാണ് നടത്തുന്നത്. ഈ ബുദ്ധിമുട്ടുണ്ടോ? ഇനിയിപ്പോ എന്തിനാ കോരണ? ആ മോട്ടറാണ് ഓൺ ചെയ്താ പോരെ? കറണ്ട് ഇല്ല അമ്മാവാ. കറണ്ടും ഇല്ലേ? നന്നായി, ഇങ്ങനെ ഒരു അവസരം വരണം. അങ്ങനെങ്കിലും തടിയൊന്നും ഇളകട്ടെ, അങ്ങോട്ട് കോരങ്ങോട്ട്. അമ്മാവനും ഇടക്ക് തടിയൊക്കെ ഒന്ന് ഇളക്കാം. ആയ കാലത്തെ ഒരുപാട് തടി ഇളക്കിയതാ. പെട്ടെന്നാണ് നടുവിനന്ന് വേദന വന്നപ്പോ കനകം കൊണ്ട് ചെക്ക് ചെയ്തപ്പോ നോ ഡിസ്ക് എന്ന് എഴുതി കാണിച്ച്. പിന്നെ എങ്ങനെ പണിയെടുക്കുക? അമ്മാവാ, അത് ഏട്ടനൊരു തമാശ പറഞ്ഞതാ. പിന്നെ എനിക്കിപ്പോഴും വേദന ഉണ്ട്. ഇതാരെ കിണറ്റിക്കൊണ്ട് പത്രം ഇട്ടത്? കനക ഇങ്ങോട്ട് വന്നേ. ഓരോന്ന് വെള്ളത്ത് വന്നിട്ട് ഇതിപ്പോ എങ്ങനെ ഇത് കിണറ്റിൽ വന്നത്? കിണറ്റിൽ പത്രം പത്രം കിണറ്റിൽ മൊത്തം നനഞ്ഞു പോയി. നനഞ്ഞു പോയിട്ടാ. മരുഭൂമിയിലല്ലോ കിണറ്റിലല്ലേ വേണം. അപ്പൊ തന്നെ ഈ പത്രം കിണറ്റി വീണ് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും? അയ്യോ നിറയെ വെള്ളം കിടക്കുന്നത് ഇറക്കണമല്ലോ. വേറെ പത്രം എന്താ കിടക്കുന്നൊരു പത്രം കണ്ടല്ലേ? മറ്റേ പത്രം എങ്ങനെ ഈ 2 പത്രം കിണറ്റിൽ ഒരുമിച്ച് വന്ന്? ഇത് കണ്ടിട്ടുണ്ടല്ലോ, ആരെ മനഃപൂർവ്വം ചെയ്യണ പോലെ ഉണ്ട് കേട്ടാ. പക്ഷെ ഏവൻ ചെയ്താലും പിടിച്ച് 2 എണ്ണം ഞാൻ പൊട്ടിക്കുക എന്റെ കണ്ണി കാണണമെങ്കിൽ. എടാ ദേവളായിട്ട് കുറച്ച് ദിവസമായി. കൊണ്ടാലും ദേഹം ഇളകും. കൊണ്ടാലും ദേഹം ഇളകും. ഇന്ന് അങ്ങനെ സംസാരിക്കണം. പിന്നെ എങ്ങനെ സംസാരിക്കണേ? നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി. നീ പറയാ, നീ അതായിട്ട് കുറയ്ക്കണ്ട. ഞാനാണ് ഈ പത്രം എടുത്ത് കിണറ്റി ചെയ്യുന്നത് അല്ലേ? അതല്ലേ നീ പറയാ ഉദ്ദേശം? നീയാണ് പത്രം എടുത്ത് കിണറ്റി ഇത്തല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓഹോ, അപ്പൊ നീ അങ്ങ് ഉറപ്പിച്ച് ഞാനാണിത് ചെയ്തതെന്ന്. ആവശ്യമില്ല സംസാരിക്കരുത് കനക. എന്തെന്ന് പത്രം ക്ലീറ്റ് എടുത്ത് കിണറ്റിലിടുന്നത്? എന്നോട് പറഞ്ഞു മനസ്സിലാക്കുക കാര്യങ്ങൾ കേട്ടാ. അതിപ്പോ അവൻ പറഞ്ഞാല് വലിയ തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു കുരുത്തക്കേട് നീ അല്ലാണ്ട് വേറെ ആരും കാണിക്കില്ല. നീ അവനത് പറഞ്ഞു മനസ്സിലാക്കുക കേട്ടാ. ചേട്ടാ പത്രം എടുത്ത് കളയണമെങ്കിൽ എത്ര സ്ഥലമുണ്ട്? ഈ കുടിക്കണ വെള്ളത്തിൽ തന്നെ കൊണ്ടിടണം.
നീയായിട്ട് കുറയ്ക്കണ പറയടി, നീ കൂടെ എന്നെ പറയടി, പറയ്. കനക, കാര്യമൊക്കെ ശരി തന്നെ. ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ക്ലീറ്റോനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ക്ലീറ്റോ എന്തിനാ പത്രം എടുത്ത് കിണറ്റിലോട്ടിരുന്നത്? അത് അവനോട് ചോദിക്കി. അയ്യോ, എന്താ അവനോട് ചോദിക്കേ? അവിടെ കിടന്ന പത്രം എങ്ങനെ ഇവിടെ വരണേ? അത് വല്ല പറന്നു വീണായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് അവിടെ ഓടി വീഴും. അതൊന്നല്ല, 2 പത്രം 2 ദിവസമായിട്ട് ഇങ്ങനെ വന്നു വീഴും. ഞാൻ മനപ്പൂർവ്വം എടുത്തിട്ടാ. നീ ഇട്ടേനെടാ, നീ എന്നെ ഇടരുത്. അമ്മാവിനിപ്പോ എന്താ വേണ്ടത്? ക്ലീറ്റോനെ കുറെ കുറ്റപ്പെടുത്തണം, അത്രയല്ലേ ഉള്ളൂ. അതൊരു പാവ മനുഷ്യനായതുകൊണ്ട് എല്ലാവർക്കും കൂടെ അതിന്റെ മേളിൽ കുതിര കയറണം. കുറ്റപ്പെടുത്താണ് കുഴപ്പം. കുറ്റപ്പെടുത്തല്ലേ പിന്നെ? കുഴപ്പമില്ല. എന്ത് തോന്നിയാസം കാണിച്ച്? ചുമ്മാ തോന്നിയാസം കാണിച്ചാൽ കണക്കായിപ്പോയി. ഞങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ട് ഒരു സാധുവിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. സാധു ഇടയ്ക്ക് 1 2 പറയുന്നല്ലാണ്ട് ഇമ്മാര് വൃത്തികേട് ആരെങ്കിലും കാണിക്കും. ഏട്ടാ, ഏട്ടാ, എഴുന്നേക്ക്. വാ, എഴുന്നേക്ക്, ചായ കുടിക്കും. 6:15. 6:15 കണ്ടായിരുന്നു. എഴുന്നേക്ക്. ഒരു കാര്യമുണ്ട്. എനിക്ക് ആ പത്രക്കാരനൊന്ന് കാണണം. 1 2 നടന്നിട്ട് ഞാൻ ചാവിനെ കുടിച്ചോളാം. രാവിലെ എന്നെ വഴക്കടിക്കാൻ പോവാണോ? ഇവിടുത്തെ പത്രം കിട്ടിയില്ലേ? പത്രം കിട്ടായിരുന്നു. ഇട്ടായിരുന്നു. കിണറ്റിനകത്ത് ഇട്ടത്. കിണറ്റിനകത്താണോ? അയ്യോ, ഞാൻ ഇട്ടായിരുന്നു പത്രം. കിണറ്റിന് ഇറങ്ങി വായിക്കാൻ പറ്റില്ല നമുക്ക്. പത്രം ഇവിടെ ഇടണ്ട തന്നെയാ. ഇങ്ങനെ എല്ലാ ദിവസവും പത്രം കിണറ്റിലേക്ക് എറിഞ്ഞാലേ അടുത്ത മാസം പൈസ മേടിക്കാൻ വരുമ്പോ കിണറ്റിനകത്ത് ഇറങ്ങി പൈസ എടുക്കേണ്ടി വരും. ക്ലാസ്സിന് പോകുന്നതുകൊണ്ടാണ് ഞാൻ പത്രം അങ്ങനെ ഇട്ടിട്ട് പോയത്. പത്രം ഇല്ലേ ഇപ്പൊ? ഇന്ന് പത്രം ഉണ്ട്. ഇതിന്റെ പൈസ കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. അച്ഛനടുത്ത് ഒന്നും പറയണ്ട. അച്ഛനടുത്ത് പറയില്ല, ഇതിന്റെ പൈസ ഞാൻ തന്നോളാം. ശരി, താങ്ക്സ് ചേട്ടാ. അതെ, അവനെ കൊണ്ട് അത് ചെയ്യിച്ചത് ഞാനാണെന്ന് കൂടെ നീ അങ്ങ് പറയടേ. ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ പൊന്നോ, Alien versus Alien.